ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. എഫേസ്യർ 2-ന്റെ 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൽ കൂടെയുള്ള സൗജന്യമായ രക്ഷ. ദൈവത്തിൽ നിന്നുമുള്ള രക്ഷ വരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയാണ്. ആ രക്ഷ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസസിലെ വിശ്വാസികൾക്ക് എഴുതുന്നത് ആ ലേഖനത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിന് നമ്മൾ കാരണമല്ല, നമ്മുടെ പ്രവർത്തികൾ കാരണമല്ല, ആരും പ്രശംസിപ്പാൻ ഇരിക്കട്ടെ എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാക്കി ക്രൂശിക്കപ്പെടുത്തി ഉയർപ്പിച്ച് ആ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തിയത് കൊണ്ട് നമുക്കൊരു സൗജന്യമായ രക്ഷ നമുക്ക് ലഭിച്ചു. അത് ആരുടെയും പ്രവർത്തി കൊണ്ടല്ല, അത് കൃപയാൽ വരുന്നതാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, ആ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ ദൈവപുത്രനിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് സൗജന്യമായ ഒരു രക്ഷ ലഭിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാൽ ആ വിശ്വാസത്തിൽ, ആ യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനിലൂടെയുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, ഭൂമിയിൽ ഒരു മനുഷ്യനും പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായി നീതിമാനായി ആരുമില്ല. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പൊ എല്ലാവരും ചില തെറ്റുകൾ ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു എന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരും നീതിമാനായിട്ടില്ല ഭൂമിയിൽ. അതുകൊണ്ട് കൃപയാലാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു രക്ഷ ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിന് നാമോ നമ്മളുടെ പ്രവർത്തികളോ ഒന്നും കാരണമല്ല. ഈ രക്ഷ എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ അനേക കൽപ്പനകളും കാര്യങ്ങളും വചനങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആ പഴയ നിയമത്തിന്റെ ഓരോ കൽപ്പനകളും, ആ ന്യായപ്രമാണത്തിന്റെ എല്ലാ പൂർണ്ണതയും നമുക്ക് പൂർണ്ണമായിട്ട് അനുസരിച്ച് ആർക്കും പൂർണ്ണമായ ഒരു നീതിമാനായി തികച്ച് ജീവിക്കാൻ കഴിയുകയില്ല. നീതിമാൻ ആരുമില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എല്ലാ രീതിയിലും നമ്മൾ പൂർണ്ണരല്ല. അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായി ലഭിക്കുന്ന കാര്യമാണ് ആ ക്രിസ്തുവിൽ കൂടെ. നമുക്ക് മനസ്സിലാക്കാം, ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളിൽ യേശു തന്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. മത്തായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു വിളിക്കുന്നതായിട്ട് നമുക്കറിയാം. യേശു വചനത്തിൽ നമുക്ക് മനസ്സിലാകും, തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് യേശുവിനെ അനുഗമിക്കട്ടെ. മത്തായി എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ ചുങ്കം പിരിക്കുന്ന ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് യേശു അവനെ വിളിക്കുന്നത്. അപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് അവൻ ഒരു പക്ഷേ പൂർണ്ണനായി ജീവിക്കുന്ന ഒരാളായിരിക്കത്തില്ല. ചുങ്കം പിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ നീതിയോ അന്യായമോയോ പിരിക്കാം. എങ്ങനെയാണെങ്കിലും ആ ചുങ്കം പിരിക്കുന്ന അനുഭവത്തിൽ ഇരിക്കുമ്പോൾ യേശു മത്തായിയെ വിളിക്കുകയാണ്. അപ്പോൾ മത്തായി അതെല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ മത്തായി തന്റെ
ആ ജോലി വിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിനോട് കൂടെ ചുങ്കക്കാരും പാപികളും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പരീശന്മാര് പറയുന്നൊരു കാര്യമുണ്ട്, നീ ചുങ്കക്കാരോടും പാപികളോടും കൂടിയാണോ ഇരിക്കുന്നത്, അവരോടുകൂടിയാണോ ഭക്ഷണം കഴിക്കുന്നത്? യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് രക്ഷിപ്പാൻ വന്നിരിക്കുന്നത്. അപ്പോൾ യേശു പാപത്തിലിരിക്കുന്നവരെ അവരെ യേശു വിളിച്ച് തൻ്റെ രക്തത്താൽ കഴുകപ്പെടുത്തി അവരെ ഒരു പൂർണ്ണതയിലേക്ക് നടത്തുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് രക്ഷിപ്പാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആരും പ്രവൃത്തിയിൽ പൂർണ്ണരല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിലൂടെയും ആ പൂർണ്ണ രക്ഷ മനുഷ്യന് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മത്തായി ആ ചുങ്കം പിരിക്കുന്ന ജോലിയിൽ നിന്നും മാറി യേശുവിനെ അനുഗമിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കാണുന്നത്. ഒരുപക്ഷെ യേശു അവിടെയുള്ള ഒരു വലിയ നീതിമാന്മാരെ ഒന്നുമല്ല വിളിച്ചത്. യേശു ഇവിടെ വിളിച്ചത് ആ ചുങ്കക്കാരനായ മത്തായിയാണ്. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഇന്നത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായാണ്. ആരുടെയും പ്രവൃത്തിയുടെ പൂർണ്ണത കൊണ്ടല്ല രക്ഷ ലഭിക്കുന്നത്, അത് സൗജന്യമായി കൊടുക്കുന്നതാണ് കർത്താവ് പിതാവായ ദൈവം, അത് സൗജന്യമായി കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രശംസിക്കാൻ കഴിയുകയില്ല. ഇവിടത്തെ ചുങ്കക്കാരനെ യേശു വിളിക്കുന്നത് പോലെ യേശു ക്രിസ്തു തൻ്റെ കൃപയാൽ ആ ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, കൃപയാൽ ആ ക്രിസ്തുവിന് ആ ചുങ്കം പിരിക്കുന്ന ജോലിയിലിരിക്കുന്ന ആ മനുഷ്യനോട് ഒരു കൃപ തോന്നി. അവനെ തന്നെ ശിഷ്യത്തിന്റെ അനുഭവത്തിലേക്ക് വിളിച്ച് ആ ക്രിസ്തുവിന്റെ കൃപയാൽ അവന് രക്ഷ കൊടുക്കുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ തികച്ചും കർത്താവ് ദാനമായി കൊടുത്തതാണ്. ഒരുപക്ഷെ അവന്റെ പ്രവൃത്തിയുടെ പൂർണ്ണത കൊണ്ടല്ല, അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ അനുഗമിച്ചതല്ല, മറിച്ച് കൃപയാൽ, യേശു ക്രിസ്തുവിന്റെ കൃപയാൽ ആ മത്തായി യേശു വിളിക്കുകയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന, കർത്താവായ യേശു ക്രിസ്തു കൃപാലുവാണ്. രക്ഷ ആരുടെയും പ്രവൃത്തിയുടെ പൂർണ്ണത കൊണ്ടല്ല കർത്താവ് കൊടുക്കുന്നത്, തൻ്റെ കൃപയാൽ, തൻ്റെ ഔദാര്യത്തിൽ ദാനമായി രക്ഷ കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മളുടെ ആത്മീക ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ യേശുവിലൂടെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുമ്പോൾ നമ്മൾ ദൂരസ്ഥരല്ല, പിന്നെ പിതാവായ ദൈവവുമായിട്ട് നമ്മൾ സമീപസ്ഥരായി മാറും. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും, യേശുവിന്റെ രക്തത്താൽ ദൂരസ്ഥരായിരിക്കുന്ന നാം സമീപസ്ഥരായി മാറും. അങ്ങനെ രക്ഷ നമുക്ക് സൗജന്യമായി ലഭിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാണ് യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. ആ യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കഴുകൽപ്പെട്ട് നമുക്ക് പൂർണ്ണമായ ഒരു നീതീകരണം ലഭിക്കുന്നു എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. കൃപയാലുള്ള രക്ഷ. നമുക്കറിയാം, പാപിനിയായ സ്ത്രീയെ പരീശന്മാരും ചില ജനങ്ങളും കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ യേശു ക്രിസ്തു അതിന് മധ്യത്തിൽ വരുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഈ വ്യക്തി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, യേശു അവളെ ശിക്ഷിക്കുന്നില്ല. കാരണം കൃപയാലാണ് കർത്താവ് രക്ഷ കൊടുക്കുന്നത്. താൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് രക്ഷിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ
നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി, കാരണം അവരിലെല്ലാം പാപമുണ്ടായിരുന്നു. യേശു പറയുന്നൊരു കാര്യം, ആരും നിന്നെ കല്ലെറിഞ്ഞില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ പറയുന്നത് അവൾക്കൊരു രക്ഷ കൊടുക്കുന്ന അനുഭവമാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ കാണിക്കുന്നത്. യേശു അവിടെ വിധിക്കുന്നില്ല ആരെയും, മറിച്ച് താൻ രക്ഷ കൊടുക്കാൻ വന്നതാണ്. കൃപയാൽ, തന്റെ കൃപയാൽ ആ പാപിനിയായ സ്ത്രീയെ വീണ്ടെടുത്തു. അവളെ കൊന്നില്ല, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനല്ല യേശു കൽപ്പിച്ചത്. തന്റെ കൃപയാലുള്ള ഔദാര്യത്താൽ, തന്റെ ദാനത്താൽ അവൾക്ക് രക്ഷ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അവൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ളത്, കൃപയാൽ വിശ്വാസത്താൽ അവൾ രക്ഷിക്കപ്പെടുന്നു. യേശു പറയും, നീ പോയിക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു തന്റെ ഔദാര്യത്തിൽ, തന്റെ കൃപയാൽ അവളെ വീണ്ടെടുത്തു. കാരണം യേശു പാപികളെ രക്ഷിക്കുവാൻ വന്നതാണ്. അതുകൊണ്ട് യേശു ആരെയും വിധിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു വിധിക്കാനല്ല, തന്റെ രക്തത്താൽ കഴുകൽപ്പെടുത്തി മനുഷ്യന് രക്ഷ കൊടുക്കുവാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ചുങ്കക്കാരനായ മത്തായിയുടെ പൂർണ്ണത കണ്ടാൽ അവനെ വിളിച്ചത്, പാപിനിയായ സ്ത്രീയെ യേശു കൈക്കൊള്ളുന്നത് തൻ്റെ കൃപയാലാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു തൻ്റെ കൃപയാൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് രക്ഷ കൊടുക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നാം നമ്മളുടെ ആത്മീക ജീവിതത്തിൽ ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്ന പിതാവിലേക്ക് വരുമ്പോൾ, ആ നമ്മുടെ തെറ്റുകളെ നമ്മൾ മറച്ചു വെക്കുന്നില്ലെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ദൂരസ്ഥരല്ല, സമീപസ്ഥരായി മാറും. അങ്ങനെ നമുക്ക് നിത്യരക്ഷ തരും. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ, അവന്റെ രക്തം കൊണ്ട് കഴുകൽപ്പെട്ട് മാനവജാതിക്ക് ഒരു രക്ഷ കൊടുക്കും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള സുപ്രസാദ കാലം എന്ന് പറയുന്നത് ഇന്നാണ്, ഈ കാലഘട്ടത്തിലാണ്. ആ യേശുവിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ആ പാപിനിയായ സ്ത്രീയെ കൈകൊണ്ടതുപോലെ അവളെ വിധിക്കാതെ കൃപയാൽ, ദൈവത്തിന്റെ ദാനത്താൽ അവർക്ക് രക്ഷ കൊടുത്തു. അവിടെ പ്രവർത്തിക്കേണ്ട പൂർണ്ണതയിലല്ല. ചുങ്കക്കാരനായ മത്തായിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മത്തായി പാപത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊന്നും അവിടെ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ യേശു വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത്, യേശു ഒരു ചുങ്കക്കാരനെയാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ മഹാശാസ്ത്രിമാരും മറ്റ് അനേക പാണ്ഡിത്യമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഒന്നും യേശു വിളിക്കുന്നില്ല. കൃപയാൽ മത്തായിയോട് കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു അനുകമ്പ തോന്നി, അല്ലെങ്കിൽ ആ കൃപയാൽ അവനെ വിളിക്കുകയാണ്. ഇവിടെയെല്ലാം മനസ്സിലാക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്. അത് കൃപയാൽ യേശുവിൽ വിശ്വസിക്കുന്ന അടിസ്ഥാനത്തിലാണ്. ആർക്കും പ്രവർത്തികൾ എന്ന് പറയുന്നത് പൂർണ്ണതയിലല്ല. അതുകൊണ്ട് പ്രവർത്തികളുടെ കാരണവുമല്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല. ആരും പ്രശംസിപ്പാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രവർത്തികളുടെ പൂർണ്ണതയെ നോക്കുന്നില്ല. യേശുവിലേക്ക് നമ്മൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ, നമുക്ക് ആ കൃപയാൽ, വിശ്വാസത്താൽ യേശു ക്രിസ്തുവിടെ നമുക്ക് പൂർണ്ണമായ ഒരു രക്ഷ ലഭിക്കും. അതുകൊണ്ട് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.